റഷ്യയിൽ കുടുങ്ങിയ മലയാളികളിൽ രണ്ടുപേർ തിരികെ നാട്ടിലേക്ക്. അഞ്ചുതെങ്ങ് സ്വദേശി പ്രിൻസും പൊഴിയൂർ സ്വദേശി ഡേവിഡുമാണ് ഭാരത നയതന്ത്ര കാര്യാലയത്തിലേക്ക് മാറ്റപ്പെട്ടത്. പാസ്പോർട്ട് നഷ്ടപ്പെട്ട ഇരുവർക്കും കേന്ദ്ര സർക്കാർ യാത്രാരേഖകൾ നൽകി. വിനീതിനെയും ടിനുവിനെയും തിരിച്ചെത്തിക്കാനുള്ള ശ്രമവും തുടരുകയാണ്. റഷ്യൻ യുദ്ധഭൂമിയിൽ കുടുങ്ങിയ അഞ്ചുതെങ്ങ് സ്വദേശി പ്രിൻസ്, പൊഴിയൂർ സ്വദേശി ഡേവിഡ് എന്നിവരെയാണ് ഭാരത നയതന്ത്ര കാര്യാലയത്തിലേക്ക് മാറ്റിയത്. രണ്ടുപേരെ ഉടൻ തിരികെ എത്തിക്കും. വിനീതിനെ തിരികെ എത്തിക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. ടിനുവിനെയും കണ്ടെത്താൻ ശ്രമിക്കുന്നതായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. രണ്ടുപേരുടെ കാര്യത്തിൽ അവര് യുദ്ധമുഖത്ത് നിന്ന് സുരക്ഷിതമായി ഇന്ത്യൻ എംബസിയിൽ എത്തിയിട്ടുണ്ട്. അവരെ തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കൈക്കൊണ്ടുവരികയാണ്. ഉള്ളവരുടെ കാര്യത്തിൽ ഔദ്യോഗിക മാർഗങ്ങളിലൂടെയുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പ്രിൻസ് ഇന്ത്യൻ എംബസിയിൽ എത്തിയതിനു ശേഷം കുടുംബത്തിനോട് സംസാരിച്ചു. ഉടനെ തിരികെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് പ്രിൻസിന്റെ അമ്മ. പ്രിൻസിന് പരിക്ക് പറ്റിയതിന് ശേഷമാണ് ഞങ്ങൾ സംസാരിച്ചത്. അതിന് മുമ്പൊന്നും എൻ്റെ വിളിയിൽ സംസാരമൊന്നുമില്ല. കാര്യം മൊബൈലും പാസ്പോർട്ടൊക്കെ അവർ വാങ്ങിച്ച് വെച്ച് കളഞ്ഞു. അപ്പം ഇവിടെ നിന്ന് കൊണ്ടുപോയി 2 ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. സെക്യൂരിറ്റി ജോലി എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. അവിടെ ചെന്ന് മകൻ്റെ 2 ആഴ്ച കഴിഞ്ഞ് തീർന്നതിന് ശേഷം പരിക്ക് പറ്റിയതിന് ശേഷം ബോംബും പൊട്ടി തലയ്ക്ക് വെടിയേറ്റ് ശേഷമാണ് 5 ആഴ്ചത്തിൽ കഴിഞ്ഞതിന് ശേഷമാണ് മകൻ വീട്ടിൽ വിളിച്ച് 2 മൊബൈൽ ഹെൽപ്പ് ചെയ്തെന്ന് പറയുന്നത്. ഞങ്ങളെ കൊണ്ടുപോയത് സെക്യൂരിറ്റി ജോലിക്കല്ല, യുദ്ധത്തിലേക്കാണ് ഞങ്ങൾ കൊണ്ടുപോയത്. വിനീതും ടിനുവും ബോംബിൻ്റെ ആഭാളത്തിൽ നടുക്കാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ ആശുപത്രിയിലാണ്. ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളെ 3 പേരെ നാട്ടിലെത്തിക്കുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞാൽ അനിയൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു. ഇത്രയും ഞങ്ങൾക്കറിയാനുള്ള ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. റഷ്യയിലേക്ക് പോയതിനു ശേഷം ഫെബ്രുവരി 23-ാം തീയതിയാണ് അവസാനമായി ടിനു നാടുമായി ബന്ധപ്പെട്ടത്. പിന്നീട് ഒരു സന്ദേശവും ലഭിച്ചിട്ടില്ല. ടിനുവിനെ നാട്ടിലെത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. ജനുവരി മാസം 29 വരെ വിളിച്ചിരുന്നു. അതിനുശേഷം ഇതുവരെയ്ക്കും വിളിച്ചില്ല. എവിടെ ഉണ്ടെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ മോൻ ഇത്രയും പെട്ടെന്ന് അവനെ കൊണ്ടുവന്ന വലിയ നന്ദി മുടങ്ങുക. അവൻ തന്നില്ലാത്ത മോനാണ്. അവൻ്റെ സഹായം മാത്രമേ ഉള്ളൂ എനിക്ക്. തുമ്പയിലുള്ള പ്രിയൻ എന്ന ഏജന്റാണ് യുവാക്കളെ റഷ്യയിലേക്ക് കടത്തിയത്. തുടർന്ന് യുവാക്കളെ നിർബന്ധ പട്ടാള പരിശീലനത്തിന് വിധേയമാക്കുകയായിരുന്നു. യുദ്ധഭൂമിയിൽ വെച്ച് യുവാക്കൾക്ക് പരുക്ക് പറ്റിയതായി നാട്ടിൽ സന്ദേശം അറിയിച്ചതിനു ശേഷമാണ് വാർത്ത പുറം ലോകം അറിയുന്നത്. ജനം, തിരുവനന്തപുരം.